Hi everyone, Assalamu alaikum. This is Biju Fahima here. Welcome back to another video. ഇന്നത്തെ റെസിപ്പി കാരമൽ പുഡിംഗ്. പ്രസന്റ്ലി പുഡിംഗ് വെറൈറ്റീസ് കുറേ അധികം ഉണ്ടെങ്കിലും ആദ്യകാലങ്ങളിൽ ഡെസേർട്ട് കാറ്റഗറിയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുഡിംഗ് ആണ് കാരമൽ പുഡിംഗ്. ഇത് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അതിൽ ഏറ്റവും ഈസി ആയിട്ട് ആകെ 4 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് പെട്ടെന്ന് ഗസ്റ്റെല്ലാം വരുമ്പോൾ ഷഡോടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വേ ആണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അതും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതായതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ഡെസേർട്ട് കൂടെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കാരമൽ പുഡിംഗ് ഉണ്ടാക്കാൻ ഫസ്റ്റ് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അപ്പോൾ കരിഞ്ഞു പോയാലും ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അതും മെൽട്ടാവുന്ന വരെ മിക്സ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ടാൽ ആ ഒരു ചൂടിൽ മെൽട്ടായി നല്ല ഗോൾഡൻ കളറിൽ കിട്ടും. ഷുഗർ ക്രിസ്റ്റൽസ് മെൽട്ടായി ഈ ഒരു പരുവായാൽ കംപ്ലീറ്റ് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് മുമ്പ് തന്നെ ഒഴിക്കാനുള്ള പാന് റെഡിയാക്കി വെക്കണം, അല്ലാതെ കാരമൽ പെട്ടെന്ന് സെറ്റായി പോവും. പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റീമറിൽ വെക്കാൻ പറ്റിയ ഏത് പാത്രമാണെങ്കിലും എടുക്കാം. ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പ് ബേക്കിംഗ് പാനാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ഗ്ലാസ് വേസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ ബേസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ കാരമൽ സോസ് പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുക്കണം, എന്നാൽ ആ പുഡിംഗ് ഫ്ലിപ്പ് ചെയ്താൽ നീറ്റായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ബേസ് ഇവിടെ റെഡിയായി. ഇനി ഒരു മിക്സറിലേക്ക് 4 മുട്ടയും ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് 400 ഗ്രാമിൻ്റെ ടിന്നാണിത്. 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. കംപ്ലീറ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓവർ ബ്ലെൻഡ് ചെയ്താൽ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഷേപ്പ്ലെസ് ആയി പൊങ്ങി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിസ്കി യൂസ് ചെയ്ത് ബീറ്റ് ചെയ്താലും മതി. ഇനി ഈ മിക്സ്ചർ നേരത്തെ പ്രിപ്പയർ ചെയ്ത് കാരമലിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. അതിനു മുമ്പ് സ്റ്റീമർ നന്നായിട്ട് ചൂടുണ്ടാവണം, അതും ബേക്കിംഗ് പാൻ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് വേണം ഒഴിക്കാൻ. ഇനി ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. എന്നാൽ മാത്രമാണ് മിഡിൽ പാർട്ടിൽ കറക്റ്റായിട്ട് കുക്കാവുള്ളൂ. അപ്പോൾ പുഡിങ്ങിൻ്റെ കുക്കിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് ചൂടാറാൻ വെക്കാം. കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ വെച്ച് കവർ ചെയ്താൽ സ്റ്റീമായി വരുമ്പോൾ വെള്ളമൊന്നും പുഡിങ്ങിലാവില്ല. നിങ്ങൾക്കിത് ചൂടോടെ വേണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാം. കഴിക്കുന്നതിന് മുമ്പ് വേറൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്താൽ മതി. ഒരു കത്തിയോ സ്പൂണോ യൂസ് ചെയ്ത് സൈഡിൽ തട്ടി കൊടുത്തിട്ട് ഫ്ലിപ്പ് ചെയ്താൽ ഇതുപോലെ പൊട്ടാതെ കറക്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന, ഒരിക്കലും കഴിച്ചാലും മതിയാവാത്ത കാരമൽ പുഡിംഗ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കിഡ്സിനായാലും എൽഡേഴ്സിനായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ആയിട്ടുള്ള ഡെസേർട്ടാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഇതായ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. റെസിപ്പീസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ കീപ് വാച്ചിങ്. ബൈ.